കട അകം ഷോപ്പിങ്ങിന് പോവാം. പഴം വാങ്ങലേ? ഇതിന് പഴം വാട്ടി തിന്നാലേക്കാരം. ഇതുണ്ട് കറി. വഴുതനങ്ങ വാങ്ങാല്ലേ? ഒന്നോ അല്ലേ? കുറച്ച് വാങ്ങാം. ഇപ്പൊ ചേരുന്നുണ്ട്. കിട്ടിയോ? ആ വഴുതനങ്ങ പറ്റൂലേ? അതെന്താ? ഈ വഴുതനങ്ങ 30 റുപ്യ ഉള്ളൂ. മണി വരില്ലെടുത്തോ? വേരിയക്കാലം പൊരിച്ചാലോ പൊരിച്ചും ചെയ്യാലോ. ആ കൊണ്ടുപോകും ചെയ്യാലോ. വല്ലയിടത്തോളം ഇത് കിട്ടല. നാരങ്ങൾ ഉണ്ടാക്കാനാ? നാരങ്ങളെ കൊണ്ട് ഭയങ്കര ഉപയോഗം. തല്ലാനിറങ്ങാണ് പച്ചക്കറി വേട്ട. ഞങ്ങളെ പച്ചക്കറി ഷോപ്പിംഗ് കഴിഞ്ഞു. എന്താ വാങ്ങും? ഇതാങ്ങിയ കട്ട്ലറ്റും പഴംപറ്റിയ തിന്നണ തുറക്കത്. തരുമോ? നാരങ്ങളെ കലക്കി കുളിച്ച് വെക്കണം. നമുക്ക് അടുത്തിട്ട് കുടിച്ചാലോ കേട്ടോ. തുറക്കിപ്പോ താത്താന്റെ കേസ് കണ്ടിട്ടാണ് നിക്കണ. താത്താന്റെ അടുത്ത് ഇനി വരുന്നുണ്ട്. പിന്നെ എന്താണ് ഒന്നും കിട്ടിയില്ല തിന്നാന്? താത്താരൊന്നും തിന്നില്ലേ? ഇതൊക്കെ തിന്നാ പുട്ടും ഒക്കെ തിന്നു. ഇതൊക്കെ അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം മീൻസ് ഇത് ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ട്, ഇൻസ്റ്റഗ്രാം റീൽസിലൊക്കെ കണ്ട്. ഓക്കെ. അപ്പം നമ്മൾ ഈ റെസിപ്പി ഉണ്ടാക്കണം എങ്ങനെയാ വെച്ചാൽ ഇൻസ്റ്റഗ്രാം റീല് കണ്ടിട്ട് ഞാൻ കുറച്ച് 2-3 ദിവസം മുന്നേ തോന്നുന്നുണ്ട്. അപ്പം ഇൻസ്റ്റഗ്രാം റീലില് കണ്ട ഒരു വഴുതനങ്ങയും തൈരും വെച്ചിട്ടുള്ളൊരു സൂപ്പർ റെസിപ്പിയാണ് നമ്മൾ കാണാൻ പോകണം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതൊക്കെ കഴുകണം. അപ്പോൾ ഇതിൽ ഞാൻ 4-6 വഴുതനങ്ങ എടുത്തിട്ടുണ്ടായിൽ ഇതിൽ 4 മതി. ബാക്കി 2 നമുക്ക് ഫ്രൈ ചെയ്ത് കഴിക്കാം. ഇതെങ്ങനെ കട്ട് ചെയ്യാൻ പറഞ്ഞുതരാം. ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ഇതിൻ്റെ ഈ ഭാഗം ചെത്തിക്കളയാം. തലഭാഗം കണ്ട, തലഭാഗം ചെത്തുക. എന്നിട്ട് വട്ടത്തിന് കുറച്ച് കട്ടി വേണം, പക്ഷെ നല്ല കട്ടി ഉണ്ടാവാനും പാടില്ല. അങ്ങനെ ഈ ഒരു കണ്ടോ, ഈ ഒരു കനത്തിൽ കട്ട് ചെയ്യാം. ഇപ്പം നമ്മൾ വഴുതനങ്ങ കട്ട് ചെയ്ത് വെച്ചു വട്ടത്തിൽ. ഇനി അതിക്കുള്ള ഫ്രൈ ചെയ്യാനുള്ള മസാല ഉണ്ടാക്കാം. ഫസ്റ്റ് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. കുറച്ചിട്ടാൽ മതി കേട്ടോ, വെള്ളം ഇച്ചിരി മതി. അതേപോലെ മുളക് പൊടി ഇടുക. ഇനി കുറച്ച് ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല ഇട്ടാൽ മതി, കുറച്ചിട്ടാൽ മതിയേ. ഇനി ആവശ്യത്തിന് ഉപ്പ് ഇടാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊരു പേസ്റ്റ് പോലെ ആക്കാം. കുറച്ച് വെള്ളം കൂടിട്ടോ, എന്നാലും പ്രശ്നമില്ല, വേഗം മിക്സ് ആവും. ഇനി നേരത്തെ കട്ട് ചെയ്ത് വെച്ച വഴുതനങ്ങ നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. എന്ത് ചെയ്യാനാണ്, ഞാനൊന്ന് ഓരോരോ റെസിപ്പി കണ്ടുപിടിക്കുന്നു, നിങ്ങളത് തിന്നുന്നു. നിങ്ങളുടെ ഒരു ഭാഗ്യമേ, നിങ്ങൾക്ക് കൈ കൊണ്ട് തന്നെ അങ്ങനെ ആക്കിക്കോ. മസാല എല്ലാത്തിനും ഉണ്ടാവും. പിന്നെ
കുറച്ച് മസാല മതി, ഭയങ്കര വലിയ മസാല. എല്ലാത്തിലും ജസ്റ്റ് തേച്ച് കിട്ടിയാൽ മതി. അല്ല, തേഞ്ഞ് കിട്ടിയാൽ മതി. ഇനി നമുക്ക് എന്ത് വെച്ചാൽ ഇപ്പം നമ്മളിത് മസാല തേച്ച് വെച്ചു. ഇത് കുറേ നേരം ഇങ്ങനെ മാരിനേറ്റ് ചെയ്യാൻ വെക്കണമെന്നൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് പൊരിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ആദ്യം ചട്ടി വെക്കണം. ചട്ടിയിലുള്ള ഈ സാധനങ്ങളൊക്കെ പറ്റട്ടെ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇപ്പം നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് എണ്ണ ഒഴിക്കുന്നു. നമുക്ക് എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഇട്ടുകൊടുത്ത് ഫ്രൈ ചെയ്യാം. ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇത് ഓരോന്നോരോന്ന് ഇങ്ങനെ മറിച്ചിടണം. ഈ സൈഡായി നല്ല മണമല്ലേ, നല്ല സൂപ്പർ സ്മെല്ല് വരും. ഈ വഴുതനങ്ങ ഒന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഈ കറിയൊക്കെ കൂട്ടി സൂപ്പറായിട്ട് ചോർന്നു. പിന്നെ എനിക്കിഷ്ടമാട്ടോ വഴുതനങ്ങ, ചെറിയൊക്കെ ഇഷ്ടമല്ലേ. ഇപ്പം തിന്നോളൂ. നമ്മളെ ഫസ്റ്റ് ബാച്ച് ഇവിടെ റെഡിയായി. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആയിക്കും കേട്ടോ. പക്ഷെ ഇങ്ങനെയല്ല, നമുക്ക് ഇനിയും ഉണ്ട് ചെയ്യാൻ. ഇനി നമുക്ക് ഈ എണ്ണയ്ക്ക് തന്നെ ബാക്കിയുള്ളത് ചെയ്യാം കേട്ടോ. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത എണ്ണയാണ്. എന്ത് ഇല്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. വഴുതനങ്ങ ഫ്രൈ ചെയ്ത് വെച്ച എണ്ണ തന്നെയാണ്. ഇപ്പോൾ ഫ്ലെയിം ഒന്ന് കുറക്കാം. ഫസ്റ്റ് നമ്മൾ കടുക് ഇട്ട് കൊടുക്കണം. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ഉലുവ ഇടാം. പൊട്ടു താത്ത. നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത്, ഇപ്പോൾ കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞില്ലേ, എല്ലാ കടുകും പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെറിയുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടെ കുഞ്ഞാക്കി അരിഞ്ഞ് വെച്ചാണ് അത് ഇടാം. അത് ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യണം. എന്താ, ഉള്ളി ജസ്റ്റ് ഒന്ന് വഴന്ന് വരണം. ഇപ്പം ഇട്ടിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് മസാലപ്പൊടികളിടാം. ഇപ്പോൾ ഉള്ളിയൊക്കെ വഴന്ന് വന്ന് നമുക്ക് മസാലപ്പൊടി ഇടാം. ഫസ്റ്റ് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി മുളക് പൊടി ഇടാം. ഉപ്പും ഇടാം. പിന്നെ ഉപ്പിട്ടതാണ്, അപ്പോൾ നോക്കിയിട്ട് വേണം ഉപ്പിടാൻ. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ദാ നമ്മളെ മസാലയൊക്കെ അത്യാവശ്യം എൻ്റെ പച്ചമണൊക്കെ മാറിയില്ല, അറിയാം. പച്ചമണൊക്കെ മാറി. നമുക്കിതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. കുഞ്ഞേതായോ? ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഫ്ലെയിം ഓഫ് ചെയ്യണം. നമ്മൾ ഇത് സ്റ്റൗ ഓഫ് ചെയ്യണം. ഇത് ഇത്രേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ തൈര് പുളിയില്ലാത്ത തൈർക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ് ഞാൻ. ഇനി ഇത് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക്. നമുക്കിതേക്ക് എന്ത് ചെയ്യുക വെച്ചാൽ, ഇപ്പോൾ തൈര് ഒഴിച്ചു നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. വഴുതനങ്ങ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യാം. റെഡിയായോ? പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ വഴുതനങ്ങ ഉടച്ചാലും പ്രശ്നമൊന്നുമില്ല, ഉടച്ചാലും ആ ടേസ്റ്റാണ്. പക്ഷെ മറ്റേത് കഴിക്കുമ്പോൾ ഇപ്പം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യണത് കേട്ടോ. ഇനി സ്റ്റൗ ഓണാക്കണം. എന്തിനും എല്ലാം വെന്ത സാധനങ്ങളല്ലേ. എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. എണ്ണയൊക്കെ ഞാൻ ഇതുവരെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പുണ്ടോ നോക്കണം. ഉപ്പ് കുറച്ച് കുറവുണ്ട്, നമുക്ക് ഉപ്പ് കുറച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് മല്ലിച്ചപ്പിൻ്റെ ഇലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ഡിഷ് ഇവിടെ റെഡിയാവും. എന്നിട്ട് അടച്ച് വെച്ച് കുറച്ച് നേരം ആക്കി ചോറിൻ്റെ കൂടെ തിന്നാം. കഴിക്കാം. കഴിക്കാം. അപ്പം നമ്മൾ
നല്ലോണം ഞാൻ നല്ലോണം കുഴച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ കറിയാണ്, കണ്ട മുളകൊക്കെ കിടക്കണം, നേരത്തെ ഉണ്ടാക്കിയ കറിയാണ്. അതും കുറച്ച് മീൻ പൊരിച്ചതും പാടെ കൂട്ടിയിട്ട് നല്ല പിടി പിടിച്ചിട്ടുണ്ടല്ലോ, സൂപ്പർ ആയിരിക്കും. ഇതെല്ലാവരും ട്രൈ ചെയ്യണേ കറി. സൂപ്പർ എന്ന് വെച്ചാൽ അത്ര അടിപൊളി കറി. കണ്ടോ വഴുതനങ്ങ എൻ്റെ സാധനമൊക്കെ. അപ്പം ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം.